ഹായ്. വീട്ടിൽ കുഞ്ഞിനെ കാണാൻ വരുന്നവർ ആദ്യം ചോദിക്കുന്ന വാക്ക് എന്താണെന്ന് ഞാനൊന്ന് ഗസ് ചെയ്യട്ടെ. ഇത്ര ചെറുതാണോ? പാൽ കൊടുക്കുന്നില്ലേ? ഇനി വേദന അറിയാതെ കീറിയെടുത്ത് പ്രസവിച്ചിട്ടാണോ? ഇത് കേൾക്കുമ്പോൾ പല അമ്മമാരുടെയും ഉള്ളിലുണ്ടാകുന്ന സങ്കടവും കുറ്റബോധവും എനിക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ സയ്യിദ് മുഹമ്മദ് ബഷീർ, ദുബായിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറായി ജോലി ചെയ്യുന്നു. വെൽക്കം ടു ടോയ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ ആളുകളുടെ ഇത്തരം ചോദ്യങ്ങളെ എങ്ങനെ നേരിടാമെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ അല്ല, പ്യുവർ റോ ടോക്ക് ആയിരിക്കും. നമ്മുടെ സമൂഹത്തിൽ കാലങ്ങളായിട്ടുള്ള ഒരു രീതിയുണ്ട്. കുഞ്ഞിൻ്റെ വളർച്ചയെ വെറും കുട്ടിയുടെ തടി, അതായത് വണ്ണം വെച്ച് മാത്രം അളക്കുക എന്നത്. പലർക്കും ഇതിനെക്കുറിച്ച് സയൻറ്റിഫിക് ആയിട്ടുള്ള അറിവുകൾ കുറവാണ്. ഗ്രോത്ത് ചാർട്ട്, മെറ്റാബോളിസം, ബ്രസ്റ്റ് ഫീൽഡിങ്ങും ഫോർമുല ഫീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം ഇതൊന്നും അവർക്കറിയില്ല. അതുകൊണ്ട് അവർ നേരിട്ടങ്ങ് ചോദിക്കും. ഒരു പക്ഷേ അത് നിങ്ങളെ ഹർട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാകണമെന്നില്ല. എന്നാൽ മനഃപൂർവ്വം ചോദിക്കുന്നവരുമുണ്ട്. അവരുടെ ഒരു ശീലവും ആകാംക്ഷയും കൊണ്ടായിരിക്കാം. പക്ഷേ ഇത് കാരണം അമ്മമാർക്കുണ്ടാകുന്ന സ്ട്രെസ്സ് വളരെ വലുതാണ്. ആ ടെൻഷൻ മുലപ്പാൽ ഉൽപ്പാദനം വരെ കുറയാൻ സാധ്യതയുമുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ട് ചിന്തിച്ചാൽ വെറും തൂക്കം മാത്രമല്ല കുഞ്ഞിൻ്റെ ആരോഗ്യം നിശ്ചയിക്കുന്നത്. കുഞ്ഞിൻ്റെ ഉയരം, ആക്ടിവിറ്റി ലെവൽ, ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ചില കുഞ്ഞുങ്ങൾ പ്രകൃതിയാ തന്നെ മെലിഞ്ഞ ശരീരക്കാരായിരിക്കും, അതായത് ലീൻ ബോഡി ടൈപ്പ്. എന്നാൽ അവർ നല്ല ആക്റ്റീവായിരിക്കും. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെപ്പോഴും ഫോർമുല പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങളെക്കാൾ തടി കുറവായിരിക്കും. നിങ്ങളുടെ കുഞ്ഞ് കൃത്യമായി ചിരിക്കുകയും കളിക്കുകയും വളരുകയും ചെയ്യുന്നുണ്ടെങ്കിൽ വണ്ണത്തെ ഓർത്ത് ഒട്ടും പേടിക്കേണ്ടതില്ല. അടുത്തതായി, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കെങ്ങനെ മറുപടി പറയണമെന്ന് നോക്കാം. ഉദാഹരണത്തിന്, ഒരാൾ വന്ന് ചോദിക്കുകയാണ്, കുഞ്ഞിന് വണ്ണമില്ലല്ലോ. നിങ്ങൾ വളരെ ശാന്തമായി, അതേ കാണാൻ മെലിഞ്ഞിട്ടാണെങ്കിലും ഡോക്ടർ പറഞ്ഞത് കുഞ്ഞിൻ്റെ വളർച്ച കൃത്യമാണെന്ന് പറയുക. നീ രണ്ടാമതായി ആരെങ്കിലും, നിൻ്റെ കുഞ്ഞിന് പാല് തികയുന്നില്ലേ, നിനക്ക് പാല് കുറവാണോ, ഇത്തരം ചോദ്യങ്ങൾക്ക് അതൊന്നുമല്ല, കുഞ്ഞിൻ്റെ ഗ്രോത്ത് ചാർട്ട് നോർമലാണെന്ന് പറയുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും എപ്പോഴും വിശദീകരണം കൊടുക്കേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്ന ചോദ്യങ്ങൾ വന്നാൽ ഞങ്ങളിത് മാനേജ് ചെയ്യുന്നുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞ് അവരെ ജെൻറ്റിലായി ഇഗ്നോർ ചെയ്ത് വിടുക, അല്ലെങ്കിൽ വിഷയം മാറ്റാം. ഇതൊക്കെ ഇവിടെ പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല നേരിൽ കേൾക്കുമ്പോൾ ഹാൻഡിൽ ചെയ്യാൻ എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ നമുക്ക് വേറെ ഒരു ഓപ്ഷനുമില്ലല്ലോ. നമ്മുടെ കുട്ടിയുടെ കൂടെ അവർക്കൊരു കവചമായി ചേർത്ത് പിടിക്കേണ്ടത് നമ്മളല്ലേ. ഇനി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ കാല് കണ്ട് ഇതെന്താ കോഴിക്കാല് പോലെ ഇരിക്കുന്നത് എന്ന് ചോദിച്ച ദാരുണമായ അനുഭവം വരെ എനിക്കുണ്ടായിട്ടുണ്ട്. ഇനി ഇത്തരം സാഹചര്യങ്ങളിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ശാസ്ത്രീയമല്ലാത്ത ഒരു ചെറിയ ട്രിക്ക് കൂടി പറയട്ടെ. കോപ്പിറൈറ്റോ പേറ്റൻറ്റോ ഇല്ല, ആർക്കും ഉപയോഗിക്കാം, എനിക്ക് വർക്കായിട്ടുണ്ട്. ആർക്കും ഒരു ഉപകാരവുമില്ലാത്ത എന്നാൽ നമ്മളെ വല്ലാതെ ഹർട്ട് ചെയ്യുന്ന ഇത്തരം കമൻറ്റുകൾ പറയുന്നവർക്ക് മാനസികമായിട്ട് വലിയ സുഖമില്ല എന്ന് നമ്മൾ മനസ്സിലങ്ങ് കരുതുക. എന്നിട്ട് അവരോട് വളരെ സാധാരണ പോലെ മറുപടി പറയുക. നോർമലായ ഒരാൾ ഒരിക്കലും ഒരു കുഞ്ഞിനെ നോക്കി ഇത്തരത്തിലുള്ള കമൻറ്റുകൾ പറയില്ലല്ലോ. അപ്പോൾ അവരോട് നമുക്ക് ദേഷ്യത്തിന് പകരം ഒരു സഹതാപം മാത്രമേ തോന്നൂ. നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ ഉപയോഗിക്കുക. അടുത്തതായി, ഇതിൽ എൻ്റെ ഒരു പേഴ്സണൽ വിഷൻ കൂടി ഞാൻ പറയട്ടെ. ഇത്തരം ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ ഒരിക്കലും തളർന്ന് കരയരുത്. കാരണം നമുക്ക് പ്രിയപ്പെട്ടവർ മരണപ്പെട്ടു പോകുമ്പോഴോ അല്ലെങ്കിൽ അത്ര വലിയ നഷ്ടങ്ങൾ വരുമ്പോഴോ ആണ് നമ്മൾ കരയേണ്ടത്. അല്ലാതെ ഇത്തരം അനാവശ്യ ചോദ്യങ്ങൾക്കോട്ട് നിങ്ങളുടെ വിലപ്പെട്ട കണ്ണുനീർ ആ ചോദ്യങ്ങൾ അർഹിക്കുന്നില്ല. ഇനി ഒന്ന് കരയുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടുകയും അതിനുശേഷം നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുകയും ചെയ്യുമെങ്കിൽ നിങ്ങളുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മുന്നിലോ അല്ലെങ്കിൽ ഒറ്റക്കോ ഇരുന്ന് കരയാം. അതിൽ യാതൊരു തെറ്റുമില്ല. ഒരു കാര്യം കൂടി എപ്പോഴും ഓർക്കുക, ഇത്തരം ചോദ്യങ്ങൾ കേൾക്കുന്ന ഈ ലോകത്തിലെ ആദ്യത്തെ അമ്മയല്ല നിങ്ങൾ. എന്നാൽ ഇത്തരം ചോദ്യങ്ങൾ വളരെ മനോഹരമായി ഹാൻഡിൽ ചെയ്ത് വിജയിപ്പിച്ച ഒരു അമ്മയാകാൻ നിങ്ങൾക്ക് സാധിക്കണം. കുഞ്ഞിൻ്റെ വണ്ണത്തിലല്ല, അവരുടെ ആക്ടിവിറ്റികളിലും സന്തോഷത്തിലുമാണ് കാര്യമിരിക്കുന്നത്. ഈ വീഡിയോ ആവശ്യമുള്ള മറ്റുള്ളവരിലേക്കും നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ള കുടുംബക്കാരാണ് ഇനി നിങ്ങളോടിങ്ങനെ പെരുമാറുന്നതെങ്കിൽ അവരുള്ള ഫാമിലി ഗ്രൂപ്പിൽ ഈ വീഡിയോ ലിങ്ക് നൈസായിട്ടൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കുഞ്ഞിനെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞതിൽ വെച്ച് ഇപ്പോൾ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ചിരി വരുന്ന ആ കമൻ്റ് ഏതായിരുന്നു എന്ന് താഴെ പറയാൻ മറക്കരുത് കേട്ടോ. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഹാപ്പി പേരൻറ്റിങ്.